ഗാസയിൽ രൂക്ഷമായ യുദ്ധം നടക്കുമ്പോഴും ക്രൈസ്തവ വിശ്വാസം മുറുകെ പിടിച്ച് നടന്ന ആദ്യ കുർബാന സ്വീകരണം ശ്രദ്ധേയമാകുന്നു. ഗാസയിലെ ഹോളി ഫാമിലി ദേവാലയത്തിലാണ് 8ഓളം കുട്ടികൾ ആദ്യ കുർബാന സ്വീകരിച്ചത്. യുദ്ധത്തിൻ്റെ പ്രതിസന്ധികൾക്കിടയിലും ആദ്യ കുർബാന സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ ഈ കുട്ടികൾക്ക് സാധിച്ചു. ജെറുസലേമിലെ ലത്തീൻ പാത്രിയർക്കേറ്റാണ് ആദ്യ കുർബാന സ്വീകരണം സംബന്ധിച്ച വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. 2023 ഒക്ടോബർ 7 സംഘർഷം ആരംഭിച്ചതിന് ശേഷവും ഗാസയിലെ ഹോളി ഫാമിലി ദേവാലയം അടച്ചിരുന്നില്ല. അഭയാർത്ഥികൾക്കായി തുറന്നിട്ടിരിക്കുന്ന ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയും മാമോദീസയും ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തുന്നുണ്ടായിരുന്നു. യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്ന ജനത്തിന് സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിന് ജെറുസലേം പാത്രിയാർക്കീസ് കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസബെല്ല ഇവർക്ക് അനുമതി നൽകിയിരുന്നു. ഏതായാലും പ്രതിസന്ധികൾ രൂക്ഷമാകുമ്പോഴും വിശ്വാസം കൈവിടാത്ത ഇവിടുത്തെ ക്രൈസ്തവരുടെ വിശ്വാസ സാക്ഷ്യമാണ് ഇപ്പോൾ വാർത്തകളിൽ തരംഗമായിരിക്കുന്നത്.